യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ വടക്കഞ്ചേരി അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ്. വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾ പരിപാലിക്കുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഗൈൻവില്ലേൻ്റെ. ഇത് രണ്ടാമത് നമ്മളിപ്പം ഗ്രൗണ്ട് ഓർക്കിഡ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം ഇത് എവിടെയാണ് സ്ഥലം, അതുപോലെ എത്ര ഇനം ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റി ഉണ്ട്, ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ടയിലാണ്. ഇവിടെ 100-ലധികം ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റികളുണ്ട്. ഹൈബ്രിഡാണ് കൂടുതലുള്ളത്, നാടൻ വെറൈറ്റീസ് ഇല്ല. ഇതിലിപ്പോൾ ഒരു 65 കളറോളം ഇപ്പോൾ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക്. അതെ അല്ലേ? എല്ലാ കളേഴ്സും ഒപ്പം വിരിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പം ശരിക്കും നമുക്ക് ബൊഗൈൻവില്ല എല്ലാം മഴക്കാലത്ത് പോയി പോകുമല്ലോ. അപ്പം മഴക്കാലത്ത് പൂ തരുന്ന ഒരു ഇനമാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലേ? അതെ അതെ. ജൂൺ മാസം തൊട്ടിട്ട് പൂക്കാൻ തുടങ്ങും. ജൂൺ മാസം തൊട്ട് ഒരു ഡിസംബർ വരെ പൂക്കൾ ഉണ്ടാവും. പിന്നെ അതിന്റെ ഇടയിൽ ഉണ്ടാവും, പക്ഷെ ഇതുപോലെ സീസൺ ഇതാണല്ലേ? അതെ, സീസൺ ഇതാണ്. ഓക്കെ. സാധാരണ മഴക്കാലത്ത് ഒട്ടും ചെടികളില്ലാത്തപ്പോൾ മഴക്കാലത്ത് പൂക്കൾ കാണണമെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ് വെക്കണല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ്, ഓർക്കിഡ്സ് എല്ലാതും മഴക്കാലത്ത് പൂക്കൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം വെറൈറ്റികളൊന്ന് പരിചയപ്പെടുത്തി തരുമോ ചേച്ചി? ഓക്കെ. ഇത് യെല്ലോ റിംഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. യെല്ലോ റിംഗ്. ഇതിന്റെ ചെടി ഇങ്ങനെ ചെറുതാണ്, അധികം നീളം ഉണ്ടാവില്ല, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് റെയർ വെറൈറ്റി അല്ലേ? അതെ അതെ. യെല്ലോ റിംഗ് അല്ലേ? യെല്ലോ റിംഗ്. ഇതിന്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട് ഉണ്ട്. ഹൈബ്രിഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് യെല്ലോയും പിങ്കും കളർ ചേഞ്ച് വരുന്നതാണോ, അത് ആദ്യം വിരിയുമ്പോൾ യെല്ലോ ആണോ? ഇല്ല, വിരിയുമ്പോൾ അങ്ങനെ തന്നെ വരും. പിന്നെ അത് കളർ കുറച്ച് പോകുമ്പോഴാണ് പിങ്കിലേക്ക് വരുന്നത്. അതെ അതെ. മെയിൻ കളർ അതിന്റെ യെല്ലോ തന്നെയാണ്. യെല്ലോയും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? യെല്ലോ പിങ്ക് ഫാൻസി. യെല്ലോ പിങ്ക് ഫാൻസി. ഐഡിയ എനിക്ക് അറിയില്ല. നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. അതെ. നല്ലൊരു കളറാണ്. വൈറ്റും എന്ന് പറയാൻ പറ്റില്ല, ഓഫ് വൈറ്റും പിങ്കും കൂടി ഷെയ്ഡ് ആയിട്ടുള്ളത്. അധികം എല്ലാവരുടെ കയ്യിലും ഇല്ലാത്തൊരു. അതെ അതെ. ഇത് ജൈന്റ് യെല്ലോ ക്ലൗഡ്. ചില വെറൈറ്റിക്കൊന്നും ഐഡിയ ഉണ്ടാവില്ല, നമ്മളെന്തെങ്കിലും ഐഡിയ ഇടണം. ചിലത് സീഡിന്ന് മുളച്ചുണ്ടാവാറുണ്ട്. പുതിയ വെറൈറ്റി ആയിട്ട് വരും. ഇത് നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ പിങ്ക് റിംഗ് ആയിരുന്നു. യെല്ലോ റിംഗ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. യെല്ലോ ഓറഞ്ച് റിംഗ്. ഇത് ഡ്രാഗൺ യെല്ലോ എന്ന് പറയും. ഡ്രാഗൺ യെല്ലോ. ഓരോന്നിനും ഓരോ ഐഡിയ ഉണ്ട്. ഇതിന്റെ പ്ലാന്റ് നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് വരിക. ഇത് ബിഗ് റെഡ് ഫാൻസി. ഫാൻസി ഐറ്റംസ്. നല്ല ലൈറ്റ് തെളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. അതെ അതെ, നല്ല കളറാണ്. ഇതും റയർ തന്നെയാണ്. ഇത് പീച്ച് ഫാൻസി. പീച്ച് ഫാൻസി. ഇത് മിനിയേച്ചർ യെല്ലോ. ചെറിയ ചെടിയാണ്. കണ്ട, തീരെ ഭയങ്കര നേർത്ത ലീഫൊക്കെയാണ്. മിനിയേച്ചർ യെല്ലോ. ഇത് അതുപോലെ വൈറ്റ് റെഡ് ലിപ്പ്. വൈറ്റിന്റെ ഉള്ളില് റെഡ്. ഇതിന്റെ യെല്ലോയും ഉണ്ട്, പക്ഷെ യെല്ലോ ഇപ്പൊ നമുക്ക് ഫ്ലവർ ഇല്ല. അതും നല്ല ഭംഗിയാ കാണാൻ. ഒരു നല്ല പ്ലാന്റ്. അത് നല്ല റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോവാറുണ്ട്. ഇത് അതുപോലെ ബ്രാഞ്ച് ആയിട്ട് വിരിയണ യെല്ലോ ആണ്. ഇതിന് ബ്രാഞ്ച് ഇതേപോലെ ഇങ്ങനെ സ്പൈക്കിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വിരിയായി. ഇതിന് ബ്രാഞ്ചഡ് യെല്ലോ എന്ന് പറയുക. വേറെ ഐഡിയ ഉണ്ടാവും. ഇത് പിന്നെ പൂവൊക്കെ കൊഴിയാറായി. ഐസ് ബ്ലൂ ഒറിജിനൽ ലാസ്റ്റത്തെ പൂവാണ്. ഇത് പിടിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ നല്ല കോസ്റ്റ്ലിയും ആണ് കേട്ടോ. നല്ല വില കൂടിയ ഓർക്കിഡ്. ഒരു സ്പൈക്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ പൂവ് ഒഴിയുമ്പോഴേക്കും ഇത്രയും മുട്ടകൾ ഇതിൽ നിൽക്കുന്നത് ഒരു 3 മാസമൊക്കെ നിൽക്കും. പിന്നെ ഈ സ്പൈഡർ അറ്റാക്കിന്റെ നല്ലൊരു ആക്രമണം ഉണ്ടാവും ഫ്ലവറും മുട്ടൊക്കെ വരുമ്പോ. അതിന് നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. നല്ല പരിപാലനം വേണം അല്ലേ? നല്ല പരിപാലനം വേണം. ബോഗൺവില്ലക്ക് ഇത്ര പരിപാലനം ഇല്ല. ഗ്രൗണ്ട് ഓർക്കിഡിന് നല്ല പരിപാലനം. ഇത് ഫാൻസി മിനിയേച്ചർ പ്ലാന്റ് ആണ്. വളരെ ചെറിയ പ്ലാന്റ് ആണ്. കണ്ടോ, ചെറുതിൽ തന്നെ പൂക്കൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സീഡ് പിങ്ക്.
ഇതും പുതിയ വെറൈറ്റി തന്നെയാണ്. ഒരു 2 വർഷമായി. ലൈറ്റ് വയലറ്റ് ലൈറ്റ് പിങ്ക്, സീറ്റ് പിങ്ക് എന്ന ഐഡി വന്നേക്കണം. ഓക്കെ ഇത് ഞങ്ങൾ പറയും സാൽമൺ ഡസ്റ്റ് എന്ന് പറയും. സാൽമൺ രാജാവ് എന്നൊക്കെ പറയും. കാരണം അത്രയും കോസ്റ്റ്ലി ഉള്ള പ്ലാന്റാ. ഇത് നല്ല ഭംഗിയുണ്ട്, എവിടെ വെച്ച് കഴിഞ്ഞാലും എടുത്തു നിൽക്കുന്നത്. ഡ്രാഗൺ യെല്ലോടെക്കാളും കുറച്ച് ഡാർക്കാണ്. ഇതിന്റെ ഓറഞ്ചും ഉണ്ട് ഇവിടെ, പക്ഷെ ഓറഞ്ചിൽ ഫ്ലവർ ഇല്ല. ഇത് അതുപോലെ പെയിൽ യെല്ലോ, ലൈറ്റ് യെല്ലോ. ഇതിന്റെ ഒക്കെ മൊട്ട് കണ്ടില്ലേ, വേറെ വേറെ കളറാ. ആ, പക്ഷെ വിരിഞ്ഞ് കഴിയുമ്പോ യെല്ലോ. ഇത് അതുപോലെ റെഡ് കളറാണ് മൊട്ട് വരിക. ചിലവർക്ക് ഈ പ്ലാന്റ് കൊടുത്താല് ഫ്ലവർ മൊട്ടാകുമ്പോഴേക്കും തുടങ്ങും. മോളെ കളർ മാറിയിട്ട് തോന്നുന്നത് റെഡാണ് വരുന്നത്. അതെ, പക്ഷെ വിരിഞ്ഞാലാണ് ഇങ്ങനെ കളർ വരിക. ഇത് അതുപോലെ സീറ്റ് കാൻഡി എന്ന് പറയും. നല്ല വെറൈറ്റി ആട്ടാ, നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി. ഇതിപ്പോ ഫസ്റ്റ് പൂവാണോ? അല്ല, അത് ഞാൻ പിരിച്ചു വെച്ചതാ. കൂടുതൽ തയ്യായ പൂക്കൾ ഉണ്ടാവില്ലേ. ഇത് അതുപോലെ പിങ്ക് കാൻഡി, അതിന്റെ തന്നെ പിങ്ക് കാൻഡി, നല്ല വെറൈറ്റി തന്നെ. ഇത് യെല്ലോ ഫയർ. ഇതിന്റെ റെഡ് ഫയർ ഒക്കെ ഉണ്ട്, അതിനൊന്നും ഫ്ലവർ ഇല്ല. ഇത് ജയന്റ് പിങ്ക് എന്ന് പറയും. ജയന്റ് പിങ്ക് ഇത് വേറൊരു വെറൈറ്റി. വേറെ വെറൈറ്റി, നല്ല നീളം. ഇത് അതുപോലെ ജയന്റ് യെല്ലോ സ്റ്റാർ. ഇതിനെ കണ്ട ഇങ്ങനെ നമ്മളൊരു മഷി കൊണ്ട് വരച്ച പോലെ ഇങ്ങനെ ബോർഡർ ആയിട്ട് നല്ല വലുപ്പമുള്ള പൂവാണ്. പിന്നെ നല്ല വലിയ സ്പൈക്കുമാണ് ഇതിന്റെ. ജയന്റ് യെല്ലോ സ്റ്റാർ. ജയന്റ് യെല്ലോ സ്റ്റാർ. സ്റ്റാർ പോലെ തന്നെ ഫ്ലവർ കണ്ടോ, ജയന്റ് യെല്ലോ സ്റ്റാർ. ഇത് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മളവിടെ ഒറിജിനൽ കണ്ടില്ലേ, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഇതിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലേ? ഉണ്ട്. ഇതും ഭംഗിയുണ്ടല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ? ഉണ്ട്. ഇത് ലാവണ്ടർ മിസ്റ്റ്, ഒരു പ്രത്യേക ഫ്ലവർ. അത് കണ്ടില്ലേ, ഒരു ഇവിടെ ഇങ്ങനെ ശരിക്കും ഒരു പെയിന്റ് അടിച്ച പോലെയാണ് ഇവിടുത്തെ കളറുകൾ. ലാവണ്ടർ മിസ്റ്റ് നന്നായി ഫ്ലവർ ഉണ്ടാവും. ഇതെല്ലാം ഹൈബ്രിഡ് ആണ്. എല്ലാതും ഹൈബ്രിഡാ, നാടനില്ല. പിന്നെ കുറെ മൊട്ടുകൾ വന്ന് നിൽക്കുന്നുള്ളിലൊക്കെ ബിരിയാണി. ഇത് ഞാൻ തന്നെ ഇട്ട ഒരു ഐഡിയ ആണ്, സീറ്റ് മജന്ത. അപ്പോ മുളച്ചു വന്നതാണ് നമുക്ക്. അല്ല, ഇത് എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അവർക്ക് ഐഡിയ അറിയില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ഐഡിയ വേണ്ടേ, അപ്പൊ സ്വന്തമായിട്ട് ഇട്ട ഒരു ഐഡിയ ആണ് സീറ്റ് മജന്ത. ഇത് സീഡ് ഉണ്ട് കണ്ടാ, ജയന്റ് പിങ്ക് തന്നെയാണ് ഇത്. ഇത് സീഡാണ്. ഇതാണ് മറ്റേ ബോഗൺവില്ല, ഇതിന്റെ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ സീഡ് കാണുന്നത്. അത് മുളപ്പിച്ചിട്ട് തൈ ഉണ്ടാക്കാം അല്ലേ? വേറെ കളർ കിട്ടും. ഇത് മെലോ യെല്ലോ. യെല്ലോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും പ്ലാന്റിൽ, അല്ലെങ്കിൽ ഫ്ലവറിൽ ഉണ്ടാവും. ഇത് അതുപോലെ പർപ്പിൾ ഡോട്ട്, ഇങ്ങനെ ഡോട്ടായിട്ട് പർപ്പിൾ ഡോട്ട്. ഇതിന് ഐഡിയ തന്നെ കേട്ടോ കറക്റ്റ് വന്ന്. ഇത് നമ്മുടെ ഓർക്കിഡിൽ പെട്ടതാണല്ലേ? ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലല്ലോ? അല്ലല്ല. ഇതിന്റെ പേര്, ഈ വെറൈറ്റിക്ക് പറയുന്ന പേരെന്താ? വാൻഡ വെറൈറ്റി ആണല്ലേ? ഇതെല്ലാം വാൻഡ ആണല്ലേ? വാൻഡാണ്. ഞാനിവിടെ കളക്ഷനിലേ കുറച്ച് പ്ലാന്റുകൾ വെക്കാറുണ്ട്. ഇത് റെഡ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്ത ചെടി ഗ്രൗണ്ട് ഓർക്കിഡില്. റെഡാണിത്. എല്ലാവരും ആദ്യമായിട്ട് വാങ്ങിയൊരു പ്ലാന്റും റെഡാണ്. ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വർഷമായി നമ്മള് ഗ്രൗണ്ട് ഓർക്കിഡിലെ? ഓർക്കിഡ് 3 വർഷം കഴിഞ്ഞു. അതില് വേറെ പൂവുണ്ടല്ലേ? ഉണ്ട്. നിറയെ പൂക്കൾ വരും ഇതില്, കുറെ ദിവസം നിൽക്കും ചെയ്യും. ഇത് നമ്മളവിടെ കണ്ടില്ലേ ജയന്റ് പിങ്ക്, അതിന്റെ ജയന്റ് പർപ്പിൾ. പുതിയ വെറൈറ്റിയാ. നീളം കണ്ടില്ലേ? ഇതെല്ലാം തന്നെ നല്ല ഹൈറ്റിൽ പോകുന്നത് ജയന്റ് പർപ്പിൾ. ഇതും ജയന്റ് പിങ്ക് തന്നെ, നമ്മളവിടെ കണ്ടില്ലേ, അതന്നെയാണ്. ഇത് ജയന്റ് യെല്ലോ, നല്ല നീളത്തിൽ പോകും സ്പൈക്ക്. ഇത് കണ്ടില്ലേ, ഇത്രയും നീളം പോയത്. പൂവ് വിരിയണം അതിന്റെ തന്നെയാണ് ഇത്. ജയന്റ് യെല്ലോ. നല്ല വലുപ്പമാണ് ഫ്ലവറിന്. നല്ല ഡാർക്ക് യെല്ലോ കളറാണ്. ഇത് ബിഗ് യെല്ലോ. ഇതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. കാണുമ്പോ ഒരേപോലെ തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് അതുപോലെ തന്നെ പിങ്ക് റിങ്. ഒരു സ്റ്റാർ പോലെ വരും. ഇത് കൊറേ നാളായി ഇവിടെ വിരിയാൻ തുടങ്ങിയിട്ട്. 4 മാസത്തോളം ആയിട്ടുണ്ട്.
പിങ്ക് റിംഗ് അല്ലേ? പിങ്ക് റിങ് നല്ല വെറൈറ്റിയാ. ഇതിന്റെ ഐഡിയ അറിയില്ല, ഒരു പർപ്പിൾ കളറാണ്. അപ്പൊ ഓൾഡ് പർപ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കും. അതല്ലേ? ഇതും ഐഡിയ അറിയില്ല കേട്ടോ, അവർക്ക് ഒരു കോഡ് ഇട്ടിട്ടാണ് കൊടുക്കുക. ഇത് നമ്മൾ കണ്ട ഫാൻസി മിനി ഇല്ലേ, അതിന്റെ തന്നെ അത് മിനിയേച്ചർ ടൈപ്പാണ്. ഇത് അതിന്റെ വേറൊരു ടൈപ്പ്. ഇത് വാനില സീറ്റ്, നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റി ആണ്. കളർ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. വിരിയുമ്പോ ഫസ്റ്റ് ഇങ്ങനെ വരും, അതിൽ ഡാർക്ക് ആയിട്ട് വരും. ഇത് അതുപോലെ പർപ്പിൾ വൈറ്റ് സീറ്റ്, നല്ല ഭംഗിയാ കാണാന്, നല്ല കളറാ. മിനിയേച്ചർ പ്ലാന്റ് ആണ്, പൊക്ക അധികം വെക്കില്ല. ഇത് ടെറസ്റ്റിയൽ ലാവണ്ടർ എന്ന് പറയും. ഇതൊരു ക്രീം ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ഡോട്ടായിട്ട്, അതും നല്ല വെറൈറ്റിയാണ്. ഇത് ചെറിയ പ്ലാന്റ്, അത് മിനിയേച്ചർ ചെറിയ പ്ലാന്റ്, ചെറിയ പൂവാണല്ലേ? പിങ്ക് എന്നതിന് ഞങ്ങൾ പറയാറ്, മിനിയേച്ചർ പിങ്ക്, ചെറിയ പൂവാ. ഇത് പിങ്ക് റെയിൻബോ. പിങ്ക് റെയിൻബോ പിങ്ക് റെയിൻബോ. ഇതിന്റെ ഐഡിയ അറിയില്ല, പൂവ് ഇങ്ങനെ ഫേഡായി തുടങ്ങിയാല് മുട്ടുകൾ വേറെ വന്ന് നിൽക്കുന്നു. ഇത് സീഡ് ഉണ്ടോ? വലുതാവും ഇത് സീഡ്. ഫാൻസി പർപ്പിൾ പൊങ്കാസം, നല്ല പുതിയ വെറൈറ്റി ആണ്, റയറാണ്, കുറച്ച് തിക്കാണല്ലേ? അതെ അതെ, മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ. അതെ. പിന്നെ പ്ലാന്റ് കണ്ടില്ലേ, നല്ല പ്ലാന്റ് ആണ്, ഇലയൊക്കെ കുറച്ച് വലുതാണ്, അധികം പൊക്കം വെക്കില്ല, അധികം കോമൺ അല്ല, അത് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കട്ടയായിട്ടുണ്ടല്ലോ നന്നായിട്ട്. ഇത് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഇവിടെ ആദ്യമായിട്ട് വിരിയാ. എന്താണ് ബെർലിൻ പിങ്ക്. ബെർലിൻ പിങ്ക് നല്ല വെറൈറ്റി ഉണ്ട്. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്, ഐഡി ശരിക്കും അറിയില്ല. പർപ്പിൾ ഡോട്ടിന്റെ വേറെ, നമ്മളവിടെ കണ്ട പർപ്പിൾ ഡോട്ടിന്റെ വേറെ വെറൈറ്റി. ഇതിന്റെ ഐഡി കറക്റ്റ് അറിയില്ല, അപ്പൊ അതൊക്കെ ഒരു നമ്പർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഐഡിയ ഒന്നും അങ്ങനെ വന്നിരുന്നില്ല. പുതിയ വെറൈറ്റി കിട്ടുന്നതിന് ഐഡിയ ഇല്ല. ഇത് യെല്ലോ റെയിൻബോ. ഇത് സീറ്റ് ക്യൂൻ. ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അതല്ലേ? തായ്ലൻഡ് ആണോ മെയിൻ ആയിട്ട്? തായ്ലൻഡിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്യണത് ആളുകൾ. ഇതൊരു കുറച്ച് പഴയ വെറൈറ്റി, പക്ഷെ നല്ല വെറൈറ്റി ആട്ടോ. ഇത് യെല്ലോ ക്യൂൻ, നല്ല വെറൈറ്റിയാണ്. ഇതൊക്കെ വൈറ്റ് ആണ്, പക്ഷെ വിരിഞ്ഞിട്ടില്ല, പൂവ് ഇതായിട്ടില്ല. ഇത് നമ്മൾ കണ്ട ലാവണ്ടർ മിസ്റ്റിന്റെ മിനിയേച്ചർ, ഇതിലൊക്കെ മിനിയേച്ചറും വരുന്നുണ്ട്. ഒരേ ഇത് തന്നെ ചെറുതും വലുതും വരുന്നുണ്ട്, ചെറിയ വ്യത്യാസത്തിലാണ് വരുന്നത്. ഇത് നമ്മൾ ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റിന്റെ വേറൊരു ഇനം, രണ്ടെണ്ണം ഉണ്ട് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ്. ഐസ് ബ്ലൂവിൽ പെട്ടത് തന്നെ, മറ്റേന്റെ അത്ര കോസ്റ്റ്ലി അല്ലാന്ന്. ഇത് അവിടെ കണ്ട സീറ്റ് ക്യാൻഡി, കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട്. മറ്റേത് അവിടെ നമ്മൾ കണ്ടു തെളിച്ചുണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്താലുണ്ടാവുക, വർഷത്തിലൊരിക്കലുണ്ടാവും അത്. ഇത് പിന്നെ ഡോൺ മേരി എന്ന് പറയും, വൈറ്റില് ഓറഞ്ച് ലിപ്പ്, നല്ല ഭംഗിയാണ്. ഇത് പുതിയ ഒരു വെറൈറ്റി ഇപ്പൊ അടുത്ത് വാങ്ങിയതാണ്, സക്കൂറ പിങ്ക് എന്ന് പറയും. ഇതൊക്കെ പിന്നെ പഴയതാണ്, അതിങ്ങനെ ഫ്ലവർ വരുമ്പോഴേ ഇവിടെ ഇടുന്നതാണ്. അപ്പൊ മഴക്കാലത്തും ചേച്ചിക്ക് പൂക്കൾ കാണുകയും ചെയ്യാം, നടക്കും. പൂവിൽ കണ്ടില്ലെങ്കിൽ ഒരു സുഖം. ഇതിന്റെ ഇനി മഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗ്രൗണ്ട് ഓർക്കിഡിന് ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിന്റെ പോട്ടിംഗ് മിക്സും വാട്ടറിങ്ങും കറക്റ്റ് ആയാൽ തന്നെ എല്ലാ കാര്യവും ശരിയാവും. മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അത്. അതിന്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മണലാണ്. മണലും പിന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ട്, കരിയിലും ചാണകം കൂടിയിട്ട്, കുറച്ച് ചാണകം പിന്നെ കരിയിലും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കമ്പോസ്റ്റ്, അതിലാണ് പോട്ട് ചെയ്യാറ്. തിരിഞ്ഞിട്ട് 5 മാസം പോണ കഴിയാനായി കണ്ട, ഇപ്പോഴും ബഡുണ്ട്. ചെടി വളരെ ചെറിയ ചെടിയാണ്, മിനിയേച്ചർ ചെടിയാണ്. ഐഡിയ അറിയില്ല, അപ്പോൾ ഒരു ഐഡിയ സ്വന്തമായിട്ട്
എൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കൊടുക്കുക. ഓക്കെ. പൂവുള്ളൂ, കഴിയാനായി. അതല്ലേ. വൈറ്റില് യെല്ലോ ലിപ്പ് പ്ലാന്റ് ഉണ്ട്, പക്ഷെ ഫ്ലവർ കഴിയാറായി. ഓക്കെ. പിന്നെ ഇതൊരു കുറച്ച് നല്ല പഴയ വെറൈറ്റിയാ, അങ്ങനെ കുരു പക്ഷെ നല്ല ഡാർക്ക് കളറാണ്, നിറയെ പൂവുണ്ടാവും. ഗ്രൗണ്ട് ഓർക്കിഡിനേക്കാൾ ഒരു ഷേപ്പ് വ്യത്യാസം, തെച്ചിപ്പൂവിന്റെ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ പൂക്കളാണ്. ഓക്കെ. ഇത് പിന്നെ നമ്മൾ കണ്ട യെല്ലോ ക്യൂൻ തന്നെ. ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് അല്ലേ ചേച്ചി? അല്ലല്ല, ഇത് മറ്റേ അരാന്ത്ര റെഡ്. ഓ, ഇത് നമുക്ക് സെയിലിനുണ്ടോ അതോ ചേച്ചി കളക്ഷനാണോ? കളക്ഷനാണ്. ഞാൻ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കും, കാരണം എല്ലാം കൂടി നോക്കി എത്തില്ല. അപ്പൊ ആവശ്യക്കാർ പറഞ്ഞാൽ ഞാൻ എടുത്തു കൊടുക്കും. ഇത് മൊക്കാറ, എല്ലാ ഓർക്കിഡും കളക്ഷനിലും ഉണ്ടല്ലേ. ഇത് അരാന്ത്രയുടെ തന്നെ യെല്ലോ, നല്ല വെറൈറ്റിയാണ്. ഇതൊരു ടിസ്റ്റഡ് ആന്റിലോപ്പ് ടിസ്റ്റഡ് വെറൈറ്റിയാണ്. അത് മാന്റെ കൊമ്പ് പോലെ ഇരിക്കില്ലേ? അതെ അതെ, ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ അധികമൊന്നും ഇല്ല, അത് ഓരോ പീസൊക്കെ വാങ്ങി വെക്കുള്ളൂ. ഇത് അതുപോലെ മൊക്കാറയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. മൊക്കാറ കുറെ ഉണ്ട്, പക്ഷെ ഫ്ലവർ ഇപ്പൊ ആകെ 2-3 എണ്ണത്തിലുള്ളൂ. പിന്നെ ഇത് യെല്ലോ മൊക്കാറ. ഇത് ഫെലനോപ്സിസ്, നമ്മളെ കളക്ഷനിലേ വെക്കുന്നതാണ്. ആരെങ്കിലും പറഞ്ഞാല് ഞാൻ എടുത്ത് കൊടുക്കും. ഇത് മഴക്കാലങ്ങളിലാണ് പൂക്കൾ ഉണ്ടാവും. ഇതിന് അധികം വെള്ളം പാടില്ല, വെയിലും പാടില്ല. കരിയിലാണ് ഇത് പോട്ട് ചെയ്തിട്ടുള്ളത്, കാരണം തൊണ്ടാവുമ്പോഴേ ചീച്ചില് വരും. ഇല്ല, കരിയാണ് ഏറ്റവും നല്ലത് ഓർക്കിഡ് പോട്ട്. ഇല്ല, പെട്ടെന്ന് വേര് പിടിക്കും. അവർക്ക് കരിയാവുമ്പോ സുഖമാണ്. വേനൽക്കാലത്ത് നമ്മള് 2 പ്രാവശ്യം നനച്ചു കൊടുക്കണം കരിയാവുമ്പോ, അത്രയും ഡ്രൈ ആവുകയാണേ. പിന്നെ ഇതിന്റെ പൂക്കൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ കൊറേ നാള് നിക്കും, അതാണ് ഇത്രയും ഭംഗി. 4 മാസമൊക്കെ നിക്കുമായിരിക്കും. അതെ അതെ, 4 മാസമൊക്കെ നിക്കും. വെള്ളം വീഴാതിരുന്നാ മതി. പിന്നെ ഇതിന് മഴക്കാലം വെച്ചിട്ട് വെള്ളം ഒഴിക്കാതിരിക്കരുത്, കാരണം നമ്മളിത് കരിയിലാണ് വെച്ചേക്കുന്നത്, വലിഞ്ഞു പോവും. ചേച്ചി, ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് തൃശ്ശൂരിൽ അങ്ങനെ നേഴ്സറിയിലൊന്നും പോകുമ്പോൾ സാധാരണ കിട്ടാറില്ല. ഇതെല്ലായിടത്തും അങ്ങനെ അവൈലബിൾ അല്ല, കാരണം ബാക്കി ഓർക്കിഡുകൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, അതിൻ്റെ മാത്രമായിട്ട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് അത് കൂടുതലായിട്ടും കാണുക? ഇവിടെ അല്ലാതെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ അടുത്ത് തന്നെ കൂടുതലുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡ്, കാരണം നഴ്സറികളിൽ പോയാലൊന്നും കിട്ടും. 1-2 നാടനായിട്ടും അല്ലാതെ തന്നെയുള്ളൂ. പക്ഷെ റയർ വെറൈറ്റീസ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ അടുത്തുള്ളത് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഓർക്കിഡിന്റെ കളക്ഷന് കേരളത്തിലുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളും ഉള്ളത്. പിന്നെ ഉള്ളത് ഇവിടെ കായംകുളം ഉണ്ട്, പിന്നെ കൊല്ലം ഉണ്ട്, കാസർഗോഡ്, ആലപ്പുഴ അവിടെ ഒക്കെ ഉണ്ട്. പിന്നെ കണ്ണൂരുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് നേഴ്സറികളിൽ നമ്മൾ പല സ്ഥലത്ത് പോയെങ്കിലും ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റീസ് അധികം കണ്ടിട്ടില്ല, ഹൈബ്രിഡ് വെറൈറ്റീസ്. ആലപ്പുഴ ജില്ലയിലും കുറെ സെല്ലേഴ്സ് ഉണ്ട്, ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ കൊല്ലത്തുണ്ട്, പിന്നെ തിരുവനന്തപുരത്തും ഉണ്ട്. തിരുവനന്തപുരത്തും കൊല്ലം, ആലപ്പുഴ അവിടെയാണ് കൂടുതലുള്ളത്. പിന്നെ എറണാകുളത്തും ഉണ്ട്. പിന്നെ എറണാകുളത്തും കൂടുതലില്ല, നമ്മളെ പോലെ 1-2 പേരൊക്കെ ഉള്ളത്. പിന്നെ കാസർഗോഡ് ഒരു ഹോൾസെയിൽ സെല്ലർ ഉണ്ട്. ഞങ്ങള് ഒരുമിച്ചിട്ട് ഒരു വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങക്ക്. അതെ അതെ, ഞങ്ങള് തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പ്ലാന്റ് എടുത്തായിരുന്നത്. എന്നിട്ട് കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ വളർത്തി എടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ കാലാവസ്ഥയില് വളർത്തിയെടുത്തിട്ടാ കൊടുക്കുന്നത് പ്ലാന്റ്. എന്നാലാണല്ലോ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അതെ അതെ. പിന്നെന്ന് പറയണത് അവിടുന്ന് ഐഡിയ ഫ്ലവറോടെ കൂടെ ഒന്നും നമുക്ക് വരില്ല പ്ലാന്റ്, ഐഡിയ ഉണ്ടാവും. പിന്നെ ചിലപ്പോ നമുക്ക് ആ പ്ലാന്റ് കിട്ടി കഴിയുമ്പോ ചിലപ്പോ നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നല്ല. അതിനെ ഒരു 4 മാസം 3 മാസമെങ്കിലും വളർത്തിയെടുത്തിട്ട് നമുക്ക് കൊടുക്കാനും. ഒരു കളറ് ഒരു ഫ്ലവർ ഞങ്ങൾ ഈ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ആ ഐഡിയയിൽ ഒരു ഫ്ലവർ വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുള്ളൂ. അത്ര വിശ്വാസത്തില് ഞങ്ങൾ ചെയ്യുന്നത്. ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ല, നഴ്സറികളിൽ തീരെ കിട്ടാനില്ല. നമ്മൾ പോയതിലും പലതിലും ഓർക്കിഡുകൾ ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ഓർക്കിഡ് ആ മഞ്ഞയും ഒരു പിങ്കും
ആ ഒരു സാധാരണ 2-3 നാടൻ ഇനം അതെ അതെ. അത് മാത്രമേ കിട്ടുള്ളൂ. ഹൈബ്രിഡ് കിട്ടണമെങ്കിൽ ഞങ്ങളെ പോലുള്ള ഓൺലൈൻ സെല്ല് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ സെല്ലേഴ്സിന്റെ കയ്യിൽ തന്നെ കൂടുതൽ ഉണ്ടാവും. ഓക്കെ. ഗ്രൗണ്ട് ഓർക്കിഡിന് മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് പ്രതിവിധി? മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒരു കടചീച്ചിലുണ്ട്. കടചീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഡോഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് ഉണ്ട്, അത് അടിച്ചു കൊടുക്കണം. കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെന്ന് പറയണത് വേനൽക്കാലത്ത് വരും, ഇതിന്റെ ലീഫിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് കളറായിട്ട് ഇങ്ങനെ വരും. ഇതിനൊന്നുമില്ല, ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും. അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഇരിക്കുന്ന ചെടികളെ ഇടയിലാവും, അതിന് എത്രയും പെട്ടെന്ന് പകരും. അത് മാറ്റിയിട്ട് അതിന്റെ ലീഫ് കട്ട് ചെയ്യുക. ലീഫ് കട്ട് ചെയ്തിട്ട് ഒരു ആന്റിബയോട്ടിക് കൊടുക്കാനുണ്ട് അതിന്. അത് 3 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. ബാവിസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് ഉണ്ട്, അതാണ് കൊടുക്കുക. വരുന്നതിന് ആ ലീഫ് ആദ്യം കട്ട് ചെയ്യണം. പിന്നെ വേറെ വരുന്ന ഒരു രോഗം, ഇതിന്റെ ലീഫ് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാവും. ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ അഥവാ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റിയാണ് നല്ലത്, ഏറ്റവും നല്ലത്. വ്യാപിക്കും. മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫംഗിസൈഡ് കൊടുത്താൽ മതി. അപ്പൊ അത്ര രോഗങ്ങൾ അധികം വരില്ല. പിന്നെ വെള്ളം നോക്കുക. പിന്നെ അതിന് ആവശ്യത്തിനുള്ള വളവും കൊടുക്കുക. വളം കൂടരുത്, വളവും വെള്ളവും കൂടരുത്. ഒരു മിതമായ ഇതില് വേണം ചെയ്യാൻ. ഇതൊന്ന് ശരിയാവാൻ കുറച്ച് പണിയുണ്ട്. എനിക്കും അത്രയൊക്കെ അറിഞ്ഞായിരുന്നൊന്നുമില്ല. ഹൈബ്രിഡൊക്കെ ആദ്യം നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കും. പിന്നെ നമ്മളെ ഐഡിയയില് കുറെ കാര്യങ്ങൾ ചെയ്യും, അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ് കൂടുതലും. അതെ, അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യണത്. ചിലവർ ചോദിക്കൂട്ടാ, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പിടിക്കണില്ല, എന്താ ചെയ്യാ ചോദിക്കും. ചിലവർക്ക് ഞാൻ പിടിപ്പിച്ചിട്ട് പോട്ടിലാക്കിയിട്ട് ഇവിടെ വന്നെടുത്തുകൊണ്ടാവും, അയച്ചു കൊടുത്തിട്ട് അവർക്ക് പിടിച്ചിട്ടുണ്ടാവും. കുറച്ചു ദിവസം കഴിഞ്ഞ് വളം കൂടുതൽ ചെയ്യുമ്പോൾ അത് പോകും. അപ്പൊ ചിലവര് നമ്മുടെ അടുത്ത് വന്നിട്ട് വാങ്ങി കൊണ്ടുപോകും, പോട്ടിലാക്കി തരണം പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുക്കും. കുറച്ച് പാടാണ്, പക്ഷെ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഒരു ദിവസം 2 ദിവസം മാസങ്ങളോളം ഒരേ പൂ ഇങ്ങനെ നിൽക്കണാണ് ഒരു പ്രത്യേക ഭംഗി. പല കളറിലല്ലോ. പിന്നെ ഇതൊക്കെ വലിയ കുറെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ചട്ടി അധികം നിറഞ്ഞാല് പൂക്കൾ കുറയും. ഇതാണ് ഞാൻ പെട്ടെന്ന് ഇത് മാറ്റിയത്. ഇത് മാറ്റിയപ്പോ പെട്ടെന്ന് ഇതില് ബഡ് വന്ന് ചട്ടി തിങ്ങി നിക്കരുത്. അപ്പൊ തിങ്ങി നിന്നാ എല്ലാത്തിലും പൂ ഉണ്ടാവില്ല അല്ലെ? ഇല്ല, തിങ്ങി നിന്ന പൂക്കൾ കുറയും. ഈ നാടനില് പക്ഷെ അങ്ങനെയല്ലോ. നാടനിൽ അങ്ങനെ ഇല്ല. നാടന് മഴയും വെയിലും കൊണ്ടാലും നാടനൊക്കെ നല്ല തുറു പോലെ. പക്ഷെ അതെ, മഴയും വെയിലും കൊണ്ടാ കുഴപ്പമില്ലേ, ഇതിനങ്ങനെ പറ്റില്ലേ. ഹൈബ്രിഡിന് വിലയും കൂടുതലാണ്, പരിചരണവും കൂടുതൽ വേണം. അപ്പൊ നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടും, നാടൻ പോലല്ല. പിന്നെ നമുക്ക് ബോഗൺവില്ല പോലെ വെട്ടി നിർത്തി കുറെ DAP ഇട്ട് കൊടുത്ത് പൂപ്പിക്കാനൊന്നും ഇത് പറ്റില്ല. ഇതിനെ എപ്പോഴാ തോന്നണെന്ന് വെച്ചാൽ അപ്പോഴേ അത്രേ ഉള്ളൂ. ശരിക്കും ഈ ഒരു സീസണിലാണ് പൂക്കൾ കൂടുതൽ വരിക. അതെ, ഈ ഒരു സീസണില് ഡിസംബർ വരെ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ, ഇവിടെ നോക്കിയാ കാണാം. ഇതിലിപ്പോ ഇതാ ഒരു ബഡ്, ഒരു പൂവ് ഇപ്പൊ കൊഴിയാറായി. അടുത്ത ബഡ് ഇതാ വന്നേക്കണ വരും. പിന്നെ ഇതില് കണ്ടാ 2-3 ബഡുള്ളത് കണ്ടോ? 2-3 ബഡുള്ളത്. ഇത് അതേപോലെ കൊറേ നാളായി വിരിഞ്ഞിട്ട്, പക്ഷെ കഴിയാനായി. ഇപ്പോഴും 2 മുട്ട നിക്കുന്നുണ്ട്, കൊറേ നിൽക്കും. അതെ, പ്രത്യേകത അത് തന്നെയാണ്. ഇതിലും അതുപോലെ തന്നെ ഒരു ബഡും കൂടി ഇത് നിക്കണ്. ഇതിൽ ഒരു ബഡും കൂടി ഉണ്ട്. അപ്പൊ ഇനി ഒരു 4-5 മാസത്തേക്ക് ഇതിൽ തന്നെ എന്നും പൂവുണ്ടാവും. അപ്പോൾക്ക് വേറെ ബഡ് അധികം തൈക്കളില്ല. കണ്ട 2 തൈക്കളൊക്കെ ഉള്ളൂ, അതിലും കൂടുതലില്ല. എല്ലാതും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അവിടെ കണ്ടത്, വെച്ചേക്കണത്. പിന്നെ നമ്മളിത് അയച്ചു കൊടുക്കുമ്പോഴും ഇതിൽ നിന്ന് ഇളക്കണേക്കാൾ നല്ലത് ചട്ടിയിൽ വെച്ച പ്ലാന്റുകൾ ഇളക്കി കൊടുക്കുന്നത്. ചട്ടി കൊടുക്കാനൊന്നും അയക്കാൻ പറ്റില്ല, അപ്പൊ ചട്ടി കൊടുക്കാൻ അയക്കണം എന്നൊന്നുമില്ല. കാരണം ഒരു 4 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും ഇതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഓൺലൈൻ സെയിൽ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ എവിടേക്കൊക്കെ അയച്ചു കൊടുക്കും? ഇപ്പം പുറത്തേക്കൊക്കെ അയക്കാറുണ്ട്, പുറത്തുനിന്നും വാങ്ങിക്കാറുണ്ട്. ബോംബെ, പൂനെ അവിടെ ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ എവിടെ നിന്ന് വേണേലും കസ്റ്റമർ റിക്വയർമെന്റ് വരുമല്ലോ അല്ലേ? അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യൂലേ? അപ്പം 3-4 ദിവസം ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും വരില്ല. നമ്മളെ പോട്ടി മിക്സ്, കുറച്ച് കൊക്കോ പീറ്റ് നനച്ചതും പിന്നെ കുറച്ച് ഫംഗിസൈഡും അപ്ലൈ ചെയ്തിട്ടാണ്
പാക്ക് ചെയ്ത് വിടും, ഒരു കുഴപ്പവും വരില്ല. ഓക്കെ, നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ സെയിലിനുള്ളതാണല്ലേ? ഇതൊക്കെ സെയിലിനുള്ളതാണ്. ഞാൻ ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് അവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഓക്കെ. ഈ നമുക്ക് സെയിൽ എന്ന് പറയുമ്പോൾ ഓൺലൈൻ സെയിലാണല്ലേ കൂടുതലും? അതോ ഇവിടെ വന്നിട്ട് എടുക്കണുണ്ട്. ഓൺലൈനാണ് കൂടുതലും പോകുന്നത്. ഓക്കെ. ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ DTDC കൊറിയറിൽ അല്ലെങ്കിൽ പോസ്റ്റൽ DTDC സ്പീഡ് ആൻഡ് സേഫ്. ഈ ഇത്ര തിരക്കേറിയ സമയത്തും നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റി, അപ്പോൾ അതിൻ്റെ അസുഖങ്ങൾ, അതിനെന്തെല്ലാം പ്രതിവിധികളുണ്ട്, അതെങ്ങനെ നട്ട് പരിപാലിക്കാം, അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് യാത്രാ ചാനലിൻ്റെ പേരിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരുപാട് നന്ദി ചേച്ചി. ഇതൊക്കെ കളക്ഷനിലുള്ളതായിരിക്കും അല്ലേ? അതെ അതെ, ചിലത് ഞാൻ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. കൂടുതൽ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോഴേ സെയിൽ ചെയ്യാറുണ്ട്. ഓർക്കിഡ് വേറെ ഉണ്ട്, ഞാൻ ഫ്ലവർ ഉള്ളത് മാത്രം ഫ്രണ്ടിൽ എടുത്തിടും കാണാൻ വേണ്ടി.